ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളും കൂടെ തന്നിരിക്കുകയാണ്. നമുക്ക് ആണ്ടവർ ഈ ഒരു കത്ത് ഈ ദിവസം നമുക്ക് നൽകി അവൻ്റെ നാമത്തെ സ്തുതിപ്പാൻ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, അവൻ ചെയ്ത എല്ലാ വൻകാര്യത്തെ നമുക്ക് ജ്ഞാപകപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കിയിരിക്കുകയാണ്. കാരണം അവൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് അവൻ്റെ വചനത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവൻ നയിപ്പാൻ തക്കവണ്ണം ആണ്ടവർ നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ 18-ാം വാക്യം വരെ നമ്മൾ വാസിച്ചാച്ച്, അതായത് എഫെസ്യ ലേഖനം 4:18 വരെ വാസിച്ചാച്ച്. ഇനി 19-ാം വാക്യത്തിൽ നമ്മൾ എന്നാ പാക്കത്? ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും ആകുന്നു മനം തഴമ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ 19-ാം വചനവും നമ്മൾ വാസിച്ചാച്ച്. ദൈവത്തിൻ്റെ ജീവനിൽ, അതായത് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്ന്, അതായത് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയവരാകിയാൽ, അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടവർ എന്നാ പറ്റി? നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോയെന്ന് ചൊല്ലിയാൽ അതായത് നമ്മുടെ പിന്നെയും പഴയ ജീവിതത്തിലേക്ക് പോയാച്ച, അല്ലെങ്കിൽ പിന്നെയും പാവ ജീവിതത്തിലേക്ക് പോയാച്ച, അല്ലെങ്കിൽ പാവകാര്യങ്ങൾ പണുവാൻ തക്കോണം നമ്മളെ തന്നെ നമ്മുടെ മനസ്സെ കട്ടിയാച്ച, അല്ലെങ്കിൽ ഹാർഡൻ പണിയാച്ച, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആക്കിയാച്ച. അതുകൊണ്ട് നമ്മൾ എന്നാ പണുവാം? ആണ്ടവരുടെ ചിത്തമല്ലാതെ നമ്മൾ എന്നാ പണുവാം? നമ്മൾ പിശാചിൻ്റെ ചിത്തം അനുസരിച്ച് നടക്കുവാൻ തക്കോണം നമ്മുടെ മനം ആയാച്ചേ. എന്നാൽ അതുകൊണ്ട് അവർ എന്നാ ചൊല്ലുക? ആകിയാൽ അത്യാഗ്രഹത്തോട്, അതുകൊണ്ട് എന്നെ പറ്റി അതിനെ കാണുന്നതിൽ അത്യാഗ്രഹം, അതായത് നീ മറ്റുള്ളവർക്ക് കിടച്ച സാധനം എനിക്ക് വേണമെന്ന് നീ നനച്ച് നീ അത് കിടക്കാൻ വേണ്ടി നീ നിന്റെ മനസ്സിനെ കഠിനപ്പെടുത്തി, അല്ലെങ്കിൽ നീ ആ മനസ്സിനെ കഠിനപ്പെടുത്തി നീ എന്നെ പറ്റി നീ ആണ്ടവരുടെ ചിത്തമല്ലാതെ നീ പിശാചിന്റെ ചിത്തം അനുസരിച്ച് നിന്റെ മനസ്സിലെ ദിവ്യാഗ്രഹം വന്നു. ഇതെങ്കിൽ അത്യാഗ്രഹം അല്ലെങ്കിൽ ദിവ്യാഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പടി given themselves or lasciviousness എന്നാ ചൊല്ലിയാൽ ഇത് തന്നെതാണ് അത് അത്യാഗ്രഹം. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ ആണ്ടവർക്ക് ചിത്തമില്ലാത്ത രീതിയിൽ നമ്മൾ പോയി അത് മാത്രമല്ല ആൻഡ് വർക്ക് ഓൾ അൺക്ലീൻനെസ് ആൻഡ് ഗ്രീഡിനെസ്, അതായത് ഇംഗ്ലീഷ് എല്ലാ പ്രവർത്തനവും ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ, അതായത് എല്ലാമേ അൺക്ലീൻനെസ്, അല്ലെങ്കിൽ നമുക്ക് അശുദ്ധി പാക്കാൻ വേണ്ടി ദുഷ്കാമത്തിന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വാക്കുന്ന ഗ്രീഡിനെസ്, അത് ദുഷ്കാമം. അതായത് നമുക്ക് മറ്റുള്ളവരുടെ വേണം, അത് അതാണ് ഗ്രീഡി എന്ന് നമ്മൾ മറ്റുള്ളവരുടെ നമുക്ക് ഉള്ളത് ആണ്ടോ നമുക്ക് തന്നത് നമുക്ക് പോരാതെ മറ്റുള്ളവരുടെ നമ്മൾ പാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ഗ്രീഡി താൻ. ആ ഗ്രീഡിനെസ് നിങ്ങളിൽ വന്നിരിക്കും എന്ന എങ്കിൽ ചൊല്ലുകയാണ്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടിട്ട് അവനെ ഉപദേശം ലഭിച്ചു. ഇങ്ങ சொல்லுது അപ്പോസ്തലനായ പൗലോസ് ഇങ്ങ சொல்லுது നിങ്ങളോ, അതായത് നമ്മളെ പറ്റി അവർ சொல்லுது നമ്മൾ എന്നാ പറയണം? യേശുവിൻ്റെ സത്യമുള്ളതുപോലെ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു അത് സത്യമാണ്, അവൻ്റെ വചനം സത്യമാണ്. ആ സത്യം മാതിരി താൻ നമ്മൾ പ്രവർത്തിക്കണം. സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടില്ല അവൻ ഉപദേശം ലഭിച്ചു. അപ്പടി നമ്മൾ കേട്ട അവൻ്റെ ഉപദേശം നമ്മൾ ലഭിച്ചാച്ച്, അങ്ങനെ ലഭിച്ചവര് നമ്മൾ എന്നാ പണണം? യേശുക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സത്യപ്രകാരം, അല്ലെങ്കിൽ യേശുക്രിസ്തു നമ്മളോട് കാണിച്ചു തന്ന ആ കാര്യം, അവൻ നമ്മളോട് ചെയ്തിരിക്കുന്ന ആ വൻ കാര്യത്തെ ഓർത്ത് നമുക്ക് എന്നാ പറയണം? ആ സത്യത്തിൽ നമ്മൾ നടക്കേണ്ട ആവശ്യമിരിക്കെ അവൻ ഉപദേശം ലഭിച്ചു. എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. എന്നാൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പഠിച്ച ഇപ്പടി ഗ്രീഡിനെസ് അല്ല ആണ്ടവരായ യേശു ക്രിസ്തു നമ്മൾ പഠിച്ച്. ആണ്ടവരായ യേശു ക്രിസ്തു നമുക്ക് എന്നാ പഠിപ്പിച്ചാച്ചേ?
அவன் நேசிക്കാൻ சொல்லியிருக்கே അവൻ 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 നമ്മളെ നേസം താൻ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ നേസം നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ എന്നെ പറ്റും, നമ്മൾ പാപം ചെയ്യാതെ, നമുക്ക് ഗീഡിനെസ് വരാതെ, നമ്മൾ പാവം ചെയ്യുവാൻ തക്കോണം നമ്മുടെ മനസ്സിനെ ഒരുക്കാതെ, അല്ലെ അന്യരുടെ മുതൽ നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ അതിൽ ഇങ്ങനെ but you have not so learned Christ. ഇംഗ്ലീഷ് നീ അപ്പടിയല്ല ആണ്ടവരായ യേശു ക്രിസ്തുവിൽ നിന്ന് നീ പഠിച്ചു. ആണ്ടവരായ യേശു ക്രിസ്തു അപ്പടി ഒരിക്കലും ചെയ്തിട്ടില്ല. നീ എപ്പടി നീ അങ്ങനെ ചെയ്ത്? if so be that you have heard him and have been taught by him the truth is in Jesus. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമുഖങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, അതായത് നിങ്ങൾ പഴയ മനുഷ്യനിലേക്ക് തിരികെ പോവാതെ, പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജാതികളായിരുന്ന നമ്മൾ, അല്ലെ പാപത്തിൽ വസിച്ചിരുന്ന നമ്മൾ, മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ മോഹിച്ചിരുന്ന നമ്മൾ ആ രീതിയിലുള്ള ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരുന്ന നമ്മളെ ആണ്ടോർ നമ്മളെ കൂപ്പിട്ടപ്പോൾ, അവൻ നമുക്ക് രക്ഷ നൽകിയപ്പോൾ, അവൻ്റെ നേസം നമ്മളിൽ വന്നപ്പോൾ, അവൻ്റെ മുതലും നമ്മുടെ മുതലെന്ന് നമ്മൾ കരുതി, അല്ലെങ്കിൽ അവൻ്റെ സാധനം, അല്ലെങ്കിൽ അവനെ നമ്മൾ നേസിക്കുമ്പോൾ അവനോട് നമുക്ക് പാപം ചെയ്യാൻ മുടിയാതെ, അങ്ങനെ പാപം ചെയ്യാൻ മുടിയാതിരുന്നാൽ നമ്മൾ പാപം ചെയ്യാതെ, അങ്ങനെ നമ്മൾ അത് ആണ്ടോർ എന്നാ ചെയ്താച്ചേ, ആണ്ടോർ ഈ ഉലകത്തിൽ ഇരുന്നപ്പോൾ എന്നാ പണിയാച്ചേ, അവൻ ആരെയൊക്കെ പാഠിച്ച് അവരെല്ലാം നേസിയാച്ചേ, അവൻ ആരുടെ ഇത് പറഞ്ഞില്ല, അവൻ എല്ലാവരോടും നേസം കാണിച്ചാച്ചേ, ആർക്ക് എന്നെ தேவைப்படுമോ അത് നൽകി. അവൻ്റെ പക്കത്തിൽ വ്യാധികൾ വന്നാച്ചേ, രോഗങ്ങളുള്ളവർ വന്നാച്ചേ, അല്ലെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്തവർ വന്നാച്ചേ, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാത്തവർ വന്നാച്ചേ, വന്നിട്ടും ആണ്ടോർ എന്നാ ചെയ്താച്ചേ, അവന്റെ നേസം അവനോട് കാണിച്ച് അവന് സൗഖ്യം കൊടുത്താച്ച്. അന്നേരം നമുക്ക് നമ്മുടെ ജീവിതത്തിലും എന്നെ വേണം, നമുക്കും ആണ്ടോടെ നേസം വേണം. അന്നേരം നമുക്ക് എന്നാ പണ്ണാൻ പറ്റും, അവർക്ക് നല്ലത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ അവന്റെ മുതൽ, അല്ലെങ്കിൽ അവന്റെ സാധനങ്ങൾ നമ്മൾ മോഹിക്കാതെ, അവനുള്ളതെല്ലാം നമ്മൾ പിടിച്ചു വലിക്കാതെ, അല്ലെങ്കിൽ ദ്രോഹം ചെയ്യാതെ. കാരണം ആണ്ടോരുടെ സത്യത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അപ്പടി തപ്പ് ചെയ്യാൻ മുടിയാതെ. അതുകൊണ്ട് ഇങ്ങനെ சொல்லிருக்கே, നമ്മൾ ഇങ്ങനെ 22-ാം വാക്യത്തിൽ നിങ്ങൾ പഴയ മനുഷ്യനെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇങ്ങനെ சொல்லுது, നിങ്ങൾ ചതിമോഹങ്ങളാൽ, അതായത് ഇംഗ്ലീഷിൽ சொல்லுது, the old man is corrupt according to deceitful lust. അതായത് നമുക്ക് ഡിസീറ്റ്ഫുൾ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം, മനസ്സിലെ ഇച്ഛ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ആഗ്രഹത്തിൽ നമ്മൾ പാവം ചെയ്ത് അപ്പടി പോവാതെ, നമ്മൾ എന്നാ, അത് മാത്രമല്ല നമ്മളെ തന്നെ തപ്പ് പണി നമ്മൾ അപ്പടിയുള്ള പോവാതെ എന്ന് ഇങ്ങനെ ചൊല്ലി, ഇങ്ങനെ അപ്പോസ്തലനായ പൗൽ ചൊല്ലി, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, അത് മറ്റുമല്ല, നിങ്ങളുടെ ആത്മാവ് പുതുക്കം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ മനുഷ്യനായിരുന്നു, ആ മനുഷ്യനിൽ നിന്ന് നമുക്കൊരു പുതിയ മനുഷ്യനായച്ച്. നമ്മൾ പുതിയ മനുഷ്യനായപ്പോൾ നമ്മൾ പുതിയ മനുഷ്യൻ രീതി താൻ നമ്മൾ വേല പണ്ണണം. അത് അപ്പടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് തപ്പ് താൻ. ആണ്ടവർ നമ്മളെ എന്നാ അയച്ചാൽ, നമ്മൾ പഴയ മനുഷ്യനായിട്ട് പാപികളായ നമ്മളെ പാപത്തിൽ നിന്നും വെടിവെച്ച് പാപത്തിൽ നിന്നും രക്ഷ നൽകി അവൻ നമ്മളെ പുതിയ മനുഷ്യനാക്കി. ആ പുതിയ മനുഷ്യനിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും, ആ പുതിയ മനുഷ്യന്റെ രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കണം. അതുതാണ് ആണ്ടവരുടെ ചിത്തം. ആ ചിത്തത്തിന് നമ്മൾ വിപരീതമായിട്ട് ചെല്ലുവാണെങ്കിൽ, അതിന് ഓപ്പോസിറ്റ് പണ്ടുവന്നുണ്ടെങ്കിൽ ആണ്ടോർക്ക് അത് ചിത്തമല്ല, ആണ്ടോർക്ക് അത് ദൈവപ്പെടാതെ. അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക എന്നെ ചൊല്ലുക, നമ്മൾ 23-ാം വാക്യത്തിൽ നിങ്ങൾ ഉള്ളിലെ ആത്മാ സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് പുതുക്കം പ്രാപിക്കണം. അതായത് ആണ്ടവർ നിനക്ക് നിന്റെ ഉള്ളിലെ പുതിയ ആത്മാവിനെ തന്നാട്ടെ. അത് ഏതിൻ്റെ ആത്മാവ്? സത്യത്തിൻ്റെ ആത്മാവ് നിനക്ക് വന്നപ്പോൾ സത്യത്തിൻ്റെ ആത്മാവിൽ നിനക്ക് പുതുക്കം പ്രാപിക്കണം. നമ്മൾ സത്യത്തിൻ്റെ ആത്മാവിൽ പുതുക്കം പ്രാപിക്കുമ്പോൾ നമുക്ക് തപ്പ് ചെയ്യാൻ മുടിയാതെ. നമ്മൾ തപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുതുക്കം പ്രാപിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുകയാണ്, നിങ്ങളെ ആണ്ടവർ വീണ്ടെടുത്ത് ആണ്ടവർ നിങ്ങൾക്ക് പുതിയ മനസ്സ് തന്നെ, പുതിയ ആത്മാവ് തന്നെ, നീ അതിൽ പുതുക്കം പ്രാപിച്ച് നീ ജീവിക്കണം എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കുക.
പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി നിഷ്ഠിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും നമ്മൾ കാണുന്ന നമ്മൾ എന്നൊക്കെ കാര്യം സത്യത്തിന്റെ ഫലമായ നീതി, അതായത് സത്യത്തിന്റെ ഫലമാണ് നീതി എന്ന് சொல்லுന്നത്, ന്യായം. അല്ലെങ്കിൽ നീ ശരിയായ രീതിയിൽ നീ വാസം പണ്ണതാണ് സത്യത്തിന്റെ ഫലമായ നീതിയെയും, പിന്നെ അത് മറ്റുമല്ല വിശുദ്ധിയിൽ, അതായത് നമ്മളെ തന്നെ ഹോളിയാക്കി അല്ലെങ്കിൽ നമ്മളെ തന്നെ പവിത്രരാക്കി നമ്മളെ തന്നെ മാറ്റി എന്നിട്ട് എപ്പോഴാവണം? മൂന്നാമത്തെ കാര്യം, ദൈവാനുരൂപമായി, അതായത് ആണ്ടവരെ പോലെ ആയിത്തീരണം. നമ്മൾ വായിക്കുന്നത് നമുക്ക് നീതിയിലും വിശുദ്ധിയിലും, അതായത് നമുക്ക് നീതി അല്ലെങ്കിൽ ന്യായത്തിന്റെ രീതിയിലും അല്ലെങ്കിൽ വിശുദ്ധിയിലും നമ്മൾ ദൈവത്തിന് അനുഭവമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുകയും, അങ്ങനെയുള്ള ആണ്ടോ നമ്മൾ സൃഷ്ടിച്ച അതിനെ നമ്മൾ ധരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു കിളിഞ്ഞ ഉടുപ്പിട്ടിട്ട് ആ ഉടുപ്പ് നമ്മൾ മാറ്റിയിട്ട് ഒരു പുതിയ ഉടുപ്പ് അല്ലെങ്കിൽ പുതിയ വസ്ത്രം അല്ലെങ്കിൽ പുതിയ ഒരു തുണി ഇടുന്ന മാതിരി അല്ലെങ്കിൽ മേലങ്കി ഇടുന്ന മാതിരി എന്നാ പറ്റിയാച്ച നമ്മൾ എന്നാ പഠനം, നമ്മുടെ പഴയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പഴയ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കിളിഞ്ഞതെല്ലാമേ നമ്മൾ ദൂരെ കളഞ്ഞിട്ട്, അല്ലെങ്കിൽ പാപത്തിന്റെ ജീവിതം ദൂരെ കളഞ്ഞിട്ട് നമ്മൾ പുതിയ മനുഷ്യരായി ആണ്ടോർക്ക് ചിത്തമായ രീതിയിൽ നമുക്ക് വാസം പണണം. അതാണ് ഇംഗ്ലീഷിൽ നമുക്ക് ഇംഗ്ലത്തിൽ എന്നാ ചൊല്ലുന്നത് നമുക്ക് വാസിക്കാം. ആൻഡ് യു പുട്ട് ഓൺ ദ ന്യൂ മാൻ. നീ നിന്റെ പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുക. നീ പുതിയ മനുഷ്യനെ നീ ഇങ്ങനെ ധരിക്കണം. അതായത് നീ പഴയ മനുഷ്യനെ വിട്ടുകളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുക. വിച്ച് ആഫ്റ്റർ ഗോഡ് ക്രിയേറ്റഡ് ഇൻ റൈച്ചസ്നെസ്. അത് ആണ്ടവർ നീതിയിൽ തന്നെ നിന്നെ പണിയാച്ചേ. അതായത് നിന്നെ പാപത്തിലല്ല പണിയാച്ചേ, നിന്നെ നീതിയിൽ പണിയാച്ച്. ആഫ്റ്റർ ഗോഡ് ക്രിയേറ്റഡ് റൈച്ചസ്നെസ് ആൻഡ് ട്രൂ ഹോളിനെസ്, അതായത് സത്യമായ വിശ്വാസത്തിൽ അല്ലെങ്കിൽ പവിത്രതയിൽ അല്ലെങ്കിൽ ഒരു പാവവും ഇല്ലാത്ത രീതിയിൽ, അത് ട്രൂ, അതായത് ശരിയായ വിശുദ്ധിയിൽ ആണ്ടോർ നമ്മളെ ഉണ്ടാക്കിയാച്ച്. നമ്മളിപ്പോൾ പുതിയ മനുഷ്യൻ തന്നെ. അതുകൊണ്ടാണ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. നീ എന്നാ പണണം? നീ പുതിയ മനുഷ്യനെ ധരിക്കണം. നീ പുതിയ മനുഷ്യനെ ധരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നീ എന്നാ പണുക? നീ പിന്നെയും പാവം ചെയ്യും. നീ പാവം ചെയ്യുകയെന്നുണ്ടെങ്കിൽ നീ എന്നാ പറ്റും? അയ്യോ, നിനക്ക് ആണ്ടവരുടെ ശിക്ഷ നിനക്ക് പിന്നെയും കിടക്കും. അതുകൊണ്ട് നീ പുതിയ മനുഷ്യനെ ധരിച്ച്, നീ ആണ്ടവർക്ക് ചിത്തമനുസരിച്ച് ആ പുതിയ മനുഷ്യനെ ധരിച്ച് അവന്റെ നീതിയിൽ അവന്റെ വിശുദ്ധിയിൽ നമുക്ക് നടക്കേണ്ട ആവശ്യം. നമ്മൾ അപ്പടി നടക്കുകയെന്നുണ്ടെങ്കിൽ ആണ്ടോർക്ക് ചിത്തമാകുമ്പോൾ അപ്പടി നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും നേസിച്ച് അവർക്ക് എന്നാ തേവപ്പെടും അത് ചെയ്തിട്ടല്ല, അവരുടെ നമ്മൾ തിടം പറ്റുക അല്ല, നമ്മൾ അവർക്ക് കൊടുത്ത് അവരെ നമ്മൾ നേസിച്ചിടും. ആണ്ടവരുടെ നേസം എത്ര വലുത്! അവന്റെ നേസം നമുക്ക് നൽകിയിരിക്കുക. ആ നൽകിയിരിക്കുന്ന ആ നേസത്തിനെ നമുക്ക് സ്തോത്രം പണിടാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.